കർണാടക കൂർഗിലെ ടിബറ്റൻ മൊണാസ്ട്രിയുടെ മുന്നിലെത്തി ഞങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടിബറ്റൻ സെറ്റിൽമെൻറ്റുകളിൽ ഒന്നാണിത്. 3000 ഏക്കറോളം പരന്നു കിടക്കുന്ന മൊണാസ്ട്രി. ടിബറ്റൻ ലാമകളുടെ ആചാരാനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും നോക്കിക്കൊണ്ട് ഞാനങ്ങ് നടന്നു. ധാരാളം ചെരാതുകൾ അവിടെ ഇങ്ങനെ കത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആത്മീയ അന്തരീക്ഷം, ബുദ്ധമതാചാരങ്ങൾ പഠിക്കുന്ന യുവ സന്യാസികൾ. നാടുകടത്തപ്പെട്ട ടിബറ്റുകാർക്ക് അവരുടെ പുനരധിവാസത്തിനായി ഇന്ത്യ ഗവൺമെൻറ് അനുവദിച്ച സ്ഥലമാണിവിടം. നാടിനെയും കാലത്തെയും യാത്രയെയും അടയാളപ്പെടുത്താൻ ഫോട്ടോ സെഷൻ അല്ലാതെ മറ്റെന്ത് സാധിക്കും. ഞങ്ങളങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങ് നടക്കുകയാണ്. ക്ഷേത്രങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും ചുവരുകൾ ടിബറ്റൻ ബുദ്ധ പൗരാണിക കഥാപാത്രങ്ങളെ ചിത്രീകരിക്കുന്ന മനോഹരമായ പെയിൻറ്റിങ്ങുകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഗോൾഡൻ ടെമ്പിളും ടിബറ്റൻ മൊണാസ്ട്രിയൊക്കെ കണ്ടിറങ്ങിയതിന് ശേഷം ഞങ്ങൾ അടുത്തുള്ള ബാംബു ഫോറസ്റ്റ് കാണാനായിട്ട് പോയി. ഒരു തൂക്കുപാലം കടന്ന് വേണം പോകാൻ. നന്നായിട്ട് തൂക്കുപാലം ഇളകുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങോട്ട് ഒപ്പം വന്നേ. ഫോട്ടോ എടുക്കാൻ ഒത്തിരി പോകണ്ട കേട്ടോ. പൗരാണികതയുടെ പ്രതീകമായ ഗോത്ര പാരമ്പര്യങ്ങളൊക്കെ ശില്പങ്ങളിൽ കൊത്തിവെച്ചിരിക്കുന്നത് നമുക്കവിടെ കാണാൻ സാധിക്കും. വളരെയധികം ഏക്കർ കണക്കിന് പരന്നു കിടക്കുകയാണ് ഈ ബാംബു ഫോറസ്റ്റ്. നമ്മളങ്ങോട്ട് അകത്തേക്കൊന്നും കയറിപ്പോയിട്ടില്ല. വിവിധ ആക്ടിവിറ്റീസൊക്കെ അകത്തുണ്ടെന്ന് പറയുന്നത് കേട്ടു. പിന്നെ അകത്തേക്ക് കയറിപ്പോയാൽ മാനുകളെ കാണാൻ പറ്റും. പിന്നെ ചെറിയ റോപ്പ് വേ ഒക്കെ ഉണ്ട്. ഞങ്ങൾ സമയം പോകുന്നതുകൊണ്ട് അതിൻ്റെ അകത്തേക്കൊന്നും കൂടുതലായിട്ട് പ്രവേശിച്ചില്ല. അവിടെ കണ്ടൊരു ഏറുമാടത്തിൽ ഞാനും സ്മിതയും കയറി അല്പനേരം ഇരുന്നു. അവിടെ നിന്ന് കാണാൻ താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ പ്രകൃതിയൊക്കെ വളരെ മനോഹരമാണ് കേട്ടോ. ബാംബു ഫോറസ്റ്റിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വിപുലമായ ഒരു പർച്ചേസിങ് സെൻറ്റർ പുറത്ത് കാത്തിരിപ്പുണ്ട് കേട്ടോ. അവിടെ നമുക്ക് സുഗന്ധവ്യഞ്ജനങ്ങൾ, ഡ്രസ്സുകൾ, ചോക്ലേറ്റ്സ്, സ്വീറ്റ്സുകളൊക്കെ ധാരാളമായിട്ട് വാങ്ങിക്കാൻ കഴിയും.